കണ്ടല കരുവന്നൂർ കേസുകൾക്ക് പിന്നാലെ CPM ഭരണത്തിലുള്ള തൃശൂർ കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിലും ED അന്വേഷണത്തിനൊരുങ്ങിയിരിക്കുകയാണ്. ED ബിനാമി പേരുകളിൽ ലോണുകൾ തട്ടിയതിലാണ് അന്വേഷണം. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 18 പ്രതികൾക്ക് കൂടി ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു. കണ്ടല കേസിൽ ബാസുരാങ്ങിന്റെയും മകന്റെയും ജാമ്യാപേക്ഷകളിൽ കല്ലൂർ PMLA കോടതി ഇന്ന് വിധി പറയും. അതേസമയം തന്നെയാണ് വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാർ തീരുമാനം എന്തായിരിക്കുമെന്നുള്ള ഒരു കാത്തിരിപ്പും. ഏതായാലും ഈ ഒരു സമഗ്ര വാർത്തകളുടെ സമഗ്രമായ വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെയാണ് ഒട്ടനവധി വാർത്തകളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. പ്രത്യേകിച്ച് EDയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട്, സഹകരണ കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സുരേഷ്, പ്രധാനമായും നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിവിധ ഉത്തരവുകൾ ഇന്ന് കൊച്ചിയെ സംബന്ധിച്ച് വരാനുണ്ട്. അതോടൊപ്പം തന്നെയാണ് കണ്ടല കരുവന്നൂർ സഹകരണ ബാങ്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ തുടർ നീക്കങ്ങൾ അത് ഏറ്റവും സുപ്രധാനം തന്നെയാണ്. അതിൽ കുട്ടനെല്ലൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നേരത്തെ കണ്ടല സഹകരണ ബാങ്ക് ഒപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുകളായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലേക്ക് എത്തിയതെങ്കിൽ സമാനമായി തന്നെ തൃശൂർ ജില്ലയിലുള്ള CPMന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള മറ്റൊരു ബാങ്കായ കുട്ടനെല്ലൂർ ബാങ്ക് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ കാര്യത്തിൽ കൂടി അന്വേഷണങ്ങൾ വന്നിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് തന്നെയാണ് ഈ ബാങ്കുകൾ കേന്ദ്രീകരിച്ചും നടന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ മാനേജർ അടക്കമുള്ള ആളുകളെ, ബാങ്കുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർന്ന് വിവിധ FIRകൾ ഇട്ടുകൊണ്ട് കേസന്വേഷണം നടത്തുന്ന ഒരു നിലയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തിരിക്കുന്നു. പ്രധാനമായും പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും വിശദമായ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുക. നേരത്തെ പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ വലിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട്, വലിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകിയിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും മുന്നോട്ട് പോയില്ല. പിന്നീട് ഇത് സഹകരണ സംഘം നടത്തിയിട്ടുള്ള പരിശോധന, സഹകരണ രജിസ്ട്രാർ നടത്തിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുണ്ട്, സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണങ്ങളുണ്ട്. ഈ അന്വേഷണങ്ങളൊന്നും തന്നെ ഏറെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം എന്ന നിലയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ED ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബാങ്കിനെ കേന്ദ്രീകരിച്ചല്ല തങ്ങളുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നിരവധി സഹകരണ ബാങ്കുകളിൽ സമാനമായ തട്ടിപ്പ് നടക്കുന്നുണ്ട്. കരുവന്നൂർ ഒപ്പം തന്നെ കണ്ടല സഹകരണ ബാങ്കുകളിൽ ഏത് തരത്തിലുള്ള തട്ടിപ്പാണോ നടന്നിട്ടുള്ളത് സമാനമായി തന്നെയുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബിനാമി ഇടപാടുകളിലൂടെയുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ചും നടന്നിട്ടുള്ളത്. ബിനാമികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ ആളുകളുടെ പേരിൽ പണം ലോണായി എടുക്കുന്നു, വായ്പയായി എടുക്കുന്നു. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെ അവിടെ അക്കൗണ്ടുള്ള ആളുകൾ അത് അറിയുന്ന പോലുമില്ല. ഇത്തരത്തിൽ തങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ തങ്ങളുടെ വസ്തുവകകൾ ഈടായി വെച്ചുകൊണ്ട് അതിന്റെ 10 ഇരട്ടിയിൽ പണം വരെ എടുത്തിരിക്കുന്നു എന്ന വിവരം പല ഘട്ടങ്ങളിലും ഈ നിക്ഷേപകർ അറിയുന്ന പോലുമില്ല, അല്ലെങ്കിൽ ബാങ്കിലെ അംഗങ്ങൾ അറിയുന്ന പോലുമില്ല. ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് തന്നെയായിരുന്നു കൃത്യമായി നടന്നിരുന്നത്. എന്നാൽ ഈ ഭരണസമിതി ഇതിനെല്ലാം കൂട്ടുനിന്നു എന്നൊരു കാര്യമാണ് പ്രാഥമികമായി തന്നെ അന്വേഷണ സംഘങ്ങൾക്കെല്ലാം മനസ്സിലായിരിക്കുന്നത്. കാരണം ഈ ലോണ് അനുവദിക്കുമ്പോൾ അവർക്ക് മതിയായ ഈടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ തിരിച്ച് പിടിക്കാവുന്നതാണോ ഈ ലോണുകൾ എന്നത് സംബന്ധിച്ച്, വായ്പകൾ എന്നത് സംബന്ധിച്ച് ഒരു പരിശോധനയും നടത്താതെയായിരുന്നു ഭരണസമിതി വലിയ തുകകൾ നൽകിയത്. അതായത് ജിജീഷ്, ഇവിടെ ഈ സഹകരണ മേഖല, CPMന്റെ സഹകരണ കൊള്ള, അതിനെതിരെ കൃത്യമായ രീതിയിൽ മൂക്കുകയറിയിടാനുള്ള ഒരു ഇടപെടൽ തന്നെയാണ് EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഇത്രകാലം അത്രത്തോളം സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ട്, വഞ്ചിച്ചുകൊണ്ട്, അവരുടെ പണം തട്ടിയെടുത്തുകൊണ്ട് ഇടത് നേതാക്കൾ തടിച്ചു കൊടുത്തു എന്നാണ് കണ്ടലായാലും കരുവന്നൂരായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല. കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും. അത് തന്നെയാണ് ഈ കുട്ടനെല്ലൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അനേകം സഹകരണ മേഖല ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ED അന്വേഷണം വ്യക്തമാക്കുന്നത് അല്ലേ? സുധീഷ് പറഞ്ഞ ഈ തുടരുന്ന സാഹചര്യം ഒഴിവാക്കുക, ബാങ്കുകളിൽ ചെറുതും
വലുതുമായി തന്നെയുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ലോണുകൾ അനുവദിക്കുന്നതിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇ ഡി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം കരുവന്നൂരിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത്, ശക്തമായ ഒരു അന്വേഷണം ആരംഭിച്ചത് ഇ ഡി കരുവന്നൂരിലാണ്. അതിനുശേഷം കട്ടല ബാങ്കിലേക്ക് അന്വേഷണം നീങ്ങി. കരിവന്നൂരുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി M വർഗീസ് അടക്കമുള്ള ആളുകളെ നിരവധി തവണ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് അന്വേഷണ സംഘം എത്തി. 4 തവണ M വർഗീസിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വീണ്ടും ആവശ്യമെങ്കിൽ വിളിപ്പിക്കും, അല്ലെങ്കിൽ ഇത് ഈ പ്രാഥമിക മൊഴിയെടുക്കൽ മാത്രമാണ് പൂർത്തിയായതെന്ന് ഈ ഘട്ടത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ കണ്ടല ബാങ്കുമായി ബന്ധപ്പെട്ടും നടപടികൾ മുന്നോട്ട് പോകുന്നു. അവിടെ 2 അറസ്റ്റുകൾ ഉണ്ടായിരുന്നു. ബാസരാങ്ങന്റെ അടക്കമുള്ള 2 അറസ്റ്റുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ അന്വേഷണം ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് വ്യക്തമാക്കിയതുപോലെ തന്നെ അന്വേഷണം കൃത്യമായിരിക്കും മുന്നോട്ട് പോവുക. അതിൽ ഇടപെടലുകൾ ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് എല്ലാം നേരത്തെ അന്വേഷിച്ചപ്പോൾ ഏതു തരത്തിലുള്ള സ്വാധീനങ്ങളും ഇടപെടലുകളുമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് സഹകരണ വിഭാഗം നടത്തിയ പരിശോധനകൾ അത് എവിടെ വരെ എത്തിയെന്നത് എല്ലാവർക്കും കൃത്യമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. അന്വേഷണം ഏറെനാൾ മുന്നോട്ട് പോയില്ല. പലപ്പോഴും അന്വേഷണം പ്രാഥമികമായ ഒരു പ്രഹസനമായ അന്വേഷണത്തിൽ ഒതുങ്ങിയിരുന്നു എങ്കിൽ ഇ ഡി ഇവിടെ അന്വേഷണത്തിന് എത്തുമ്പോൾ ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള വിവിധ തട്ടിപ്പുകളിലേക്ക് ഇ ഡി അന്വേഷണം എത്തുമ്പോൾ എല്ലായിടത്തും സമഗ്രമായ ഒരു അന്വേഷണത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത്. കാരണം നേരത്തെ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ സമാനമായ തട്ടിപ്പ് വിവരങ്ങളുടെ ഒരു വലിയ ഒരു പ്രളയം തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പരാതികൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിൽ വിശദമായി തന്നെയുള്ള പ്രാഥമിക അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് വിശദമായിട്ടുള്ള മുന്നോട്ട് പോകുന്നതും എല്ലാം തന്നെയായിരുന്നു ഇ ഡിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നത്. അവിടെയാണ് ഈ പ്രധാനപ്പെട്ട 2 അന്വേഷണ ബാങ്ക് തട്ടിപ്പുകൾക്ക് പിന്നാലെ ഒരു ബാങ്ക് തട്ടിപ്പിൽ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും ഈ സഹകരണ ബാങ്കുകളെയും സഹകരണ സംഘങ്ങളെയും മറയാക്കിയുള്ള തട്ടിപ്പ് നടത്തുന്നവർക്ക് വലിയ ഒരു പാഠവും മുന്നറിയിപ്പും തന്നെയായി മാറുകയാണ് ഇ ഡിയുടെ ഈ അന്വേഷണങ്ങൾ.